അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 138, ബാബുൽ ഖസ്ർ 7, പേജ് 191. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി. വമിൻഹാ അൻ-നഫിയു വൽ ഇസ്തിസ്നാഉ. ആ തരീഖുകളിൽ പെട്ടതാണ് നഫി, ഇസ്തിസ്നാ. അപ്പോൾ ആദ്യം പറഞ്ഞല്ലോ, ലിൽ ഖസ്രി തുറുഖുൻ മിൻഹൽ അത്ഫു. അതിൽപ്പെട്ടതാണ് അത്ഫ്. അത് ലാ കൊണ്ടുള്ള അത്ഫും ബല്ലു കൊണ്ടുള്ള അത്ഫുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൽപ്പെട്ടതാണ് നഫി, അൻ-നഫിയു വൽ ഇസ്തിസ്നാഉ. കഖൗലിക, നിന്റെ വാക്കുപോലെ, ഫീ ഖസ്രിഹി, മൗസൂഫിനെ ഖസ്റാക്കുന്നതിൽ, മൗസൂഫിനെ ഖസ്റാക്കുന്നതിൽ നിന്റെ ഖൗല് പോലെ. ഇഫ്രാദൻ, ഇഫ്രാദാൽ ഖസ്റാക്കുന്നതിൽ. മാ സൈദുൻ ഇല്ലാ ഷാഇറുൻ, സൈദല്ല, ഷാഇർ അല്ലാതെയല്ല, ഷാഇർ മാത്രമാണ്. അപ്പൊ സൈദ് ഷാഇറും ഖാത്തിബും ആണെന്ന് ഇഅ്തിഖാദ് ചെയ്തവനോട് സൈദ് ഷാഇർ മാത്രമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഖസ്ർ ഇഫ്രാദായി. ഇവിടെ ഇഫ്രാദൻ എന്നത് ഷാരിഹ് കൂട്ടിക്കൊടുത്തതാണ്. കാരണം ഖസ്ർ ഇഫ്രാദിൽ തനാഫി പാടില്ലല്ലോ. അപ്പോ ഷിഅറും കിതാബത്തും തമ്മിൽ തനാഫി ഇല്ല. അതാണ് കാത്തിബാണെന്ന് ഇഅ്തിഖാദ് ചെയ്തവനോട് ഷാഇർ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഷാരിഹ് ഇഫ്രാദൻ എന്ന് കൂട്ടിക്കൊടുത്തത്. വ കൽബൻ, കൽബാൽ കസറാക്കുന്നതിൽ, മൗസൂഫിനെ കസറാക്കുന്നതിൽ. മാ സൈദുൻ ഇല്ലാ ഖായിമുൻ, സൈദ് ഖായിമ് അല്ലാതെ അല്ല, ഖായിമ് മാത്രമാണ്. അവിടെ സൈദ് ഖായിദാണെന്ന് മനസ്സിലാക്കിയവനോട് ഖായിമാണ്. ഖിയാമും ഖുഊദും തമ്മിൽ തനാഫി ഉണ്ട്. കാരണം മുസന്നിഫ് പറഞ്ഞു ഖസ്ർ ഖൽബിൽ തനാഫി ഷർത്താണ്. അങ്ങനെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഷാരിഹ് അവിടെ ഇഫ്രാദൻ എന്ന് കൂട്ടിക്കൊടുത്തത്. മുസന്നിഫിന്റെ ഉദാഹരണം മാ സൈദുൻ ഇല്ലാ ഷാഇറുൻ എന്ന് കൊടുത്തത് കൊണ്ടാണ് ഇഫ്രാദൻ കൂട്ടിക്കൊടുത്തത്. ഇവിടെ കൽബൻ കൂട്ടിക്കൊടുത്തത് മാ സൈദുൻ ഇല്ലാ ഖായിമുൻ. അതായത് ഖസ്ർ ഇഫ്രാദിൽ തനാഫി പാടില്ല, ഖസ്ർ കൽബിൽ തനാഫി വേണം എന്നാണ് മുസന്നിഫിന്റെ ദഅവ. പിന്നെ വഫി ഖസ്രിഹ, സിഫത്തിനെ ഖസ്റാക്കുന്നോടത്ത് നിന്റെ ഖൗല് പോലെ. ഇഫ്രാദൻ വ കൽബൻ, ഇഫ്രാദാലും കൽബാലും ഖസ്റാക്കുന്നോടത്ത് മാ ഷാഇറുൻ ഇല്ലാ സൈദുൻ. ഷാഇർ സൈദല്ലാതെയല്ല, സൈദ് മാത്രമാണ്. അവിടെ ആ മിസാല് രണ്ടിനും സ്വാലിഹാകും, രണ്ടിനും പറ്റും. കാരണം അമ്രും ഷാഇർ സൈദും ആണ്, അമ്രും ആണെന്ന് മനസ്സിലാക്കിയവനോട് മാ ഷാഇറുൻ ഇല്ലാ സൈദുൻ എന്ന് പറയുമ്പോൾ ഖസ്ർ ഇഫ്രാദായി. സൈദല്ല അമ്രാണെന്ന് മനസ്സിലാക്കിയവനോട് മാ ഷാഇറുൻ ഇല്ലാ സൈദുൻ എന്ന് പറഞ്ഞാൽ ഖസ്ർ കൽബുമായി. ഈ പറഞ്ഞ ഉദാഹരണങ്ങളും മുഴുവനും വൽ കുല്ലു, ഇത് മുഴുവനും യസ്ലഹു മിസാലിൽ തഅയീനി, തഅയീനിന് മിസാലാവാൻ പറ്റും. വത്തഫാവുത്തു, വ്യത്യാസം, ഇന്നമാ ഹുവ, ആ തഫാവുത്ത് ബിഹസ്ബി ഇഅ്തിഖാദിൽ മുഖാത്തബി, മുഖാത്തബിന്റെ ഇഅ്തിഖാദിന്റെ അവസ്ഥ അനുസരിച്ച് ആണ്. അപ്പോൾ എന്തായി? ഷാഇറാണോ കാത്തിബാണോ എന്ന് സംശയിച്ചവനോട് മാ സൈദുൻ ഇല്ലാ ഷാഇറുൻ,
അപ്പോൾ കസറ് തഈനായി. ഈ ഉദാഹരണം എല്ലാ ഉദാഹരണം കസറ് തഈനിന് ഒപ്പിക്കാം. പിന്നെ വമിൻഹ ആ തരീഖുകളിൽപ്പെട്ടതാണ് ഇന്നമയാകുന്നത്. കൗലിക്ക നിന്റെ വാക്കുപോലെ. ഫി കസ്രിഹി മൗസൂഫിനെ കസറാക്കുന്നതിൽ. ഇഫ്രാദാൽ കസറാക്കുന്നതിൽ ഇന്നമാ സയ്യിദുൻ കാത്തിബുൻ, തീർച്ചയായും സയ്യിദ് കാത്തിബ് മാത്രമാണ്. അത് ഇഫ്രാദാൽ ഉള്ള കസറാണെന്ന് ഷാരിഹി ഇവിടെയും ഇഫ്രാദൻ എന്ന് ചേർത്തി. അതെന്തുകൊണ്ടാണ്? കാത്തിബും ഷാഇറുമാണെന്ന് മനസ്സിലാക്കിയവനോട് കാത്തിബ് മാത്രമാണ് എന്ന് പറയുമ്പോൾ അത് കസർ ഇഫ്രാദാണല്ലോ ആവുക. ഷഇറും കിതാബത്തും തമ്മിൽ തനാഫിയില്ല. കൽബൻ കൽബാൽ മൗസൂഫിനെ കസറാക്കുന്നതിൽ നിന്റെ കൗല് പോലെ ഇന്നമാ സയ്യിദുൻ ഖായിമുൻ, സയ്യിദ് ഖായിമു മാത്രമാണ്. അത് ആരോടാണ് അത് പറയുന്നത്? സയ്യിദ് ഖായിദാണെന്ന് മനസ്സിലാക്കിയവനോട്. അപ്പോൾ ഖിയാമും ഖുഊദും തമ്മിൽ തനാഫി ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഷാരിഹ് കൽബൻ എന്ന് കൂട്ടിക്കൊടുത്തത്. പിന്നെ ഒഫി കസ്രിഹ ആ സിഫത്തിനെ കസറാക്കുന്നോടത്ത് നിന്റെ കൗല് പോലെ ഇഫ്രാദൻ വ കൽബൻ, ഇഫ്രാദാലും കൽബാലും ഇന്നമാ ഖായിമുൻ സയ്യിദുൻ, നിൽക്കുന്നവൻ സയ്യിദ് മാത്രമാണ്. അത് രണ്ടിനും ഉദാഹരണമാക്കാൻ പറ്റും. സയ്യിദും ആണ് ഖായിമുമാണ് നിൽക്കുന്നവൻ എന്ന് മനസ്സിലാക്കിയവനോട് പറയുമ്പോൾ കസർ ഇഫ്രാദായി. സയ്യിദല്ല അമ്രാണ് ഖായിമ് എന്ന് അമ്ര മാത്രമാണ് ഖായിമ് എന്ന് മനസ്സിലാക്കിയവനോട് പറയുമ്പോൾ കസർ കൽബുമായി. ഇനി മറ്റൊരു വിഷയം. വഫീ ദലായിലിൽ ഇജാസി, ദലായിലുൽ ഇജാസിൽ ഉണ്ട്. അതായത് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ ദലായിലുൽ ഇജാസിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഷാരിഹ് വിവരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ദലായിലുൽ ഇജാസിൽ ഉള്ളത് എന്താണ്? അന്ന ഇന്നമാ, തീർച്ചയായും ഇന്നമാ, വലൽ ആത്തിഫത്തായ വലൽ ആത്തിഫത്തായ ലാ എന്നതും ഇന്നമാ യുസ്തഅമലാനി, തീർച്ചയായിട്ടും ഇന്നമാ എന്നതിനെയും ലാ എന്ന കലിമത്തിനെയും പെരുമാറപ്പെടും. ഫിൽ കലാമിൽ മുഅ്തദ്ദി ബിഹി, മുഅ്തദ്ദി ബിഹിയായ കലാമിൽ അത് രണ്ടിനെയും പെരുമാറപ്പെടും. ലി കസ്റിൽ കൽബി, കസ്ർ കൽബിന് മാത്രം പെരുമാറപ്പെടും. അതായത് കസ്ർ ഇഫ്രാദിന് പെരുമാറുകയില്ല, ഇസ്തിമാൽ ചെയ്യുകയില്ല. ദൂനൽ ഇഫ്രാദി, ഇഫ്രാദിനെ കൂടാതെ എന്ന് ദലായിലുൽ ഇജാസിൽ ഉണ്ട് എന്നാണ് ഷാരിഹ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഷാരിഹ് ഈ വിവരിച്ച സ്ഥലത്ത് ഷാരിഹിന്റെ ഇബാറത്തിൽ ഇന്നമാ യുസ്തഅമലാനി ഫിൽ കലാമിൽ മുഅ്തദ്ദി ബിഹി ലി കസ്റിൽ കൽബി എന്ന് പറഞ്ഞത് ഒരു കസറിന്റെ കലിമത്താണ്. അതായത് കസർ ഇഫ്രാദിൽ ഇന്നമയെ ഉപയോഗിച്ചും കൊണ്ടാണ് ഷാരിഹ് ഈ പറഞ്ഞത്. ഷാരിഹിന്റെ ഇബാറത്ത് എന്താണ്? അന്ന ഇന്നമാ, തീർച്ചയായിട്ടും ഇന്നമാ, വലൽ ആത്തിഫത്തായ ലാ എന്ന കലിമത്തും ഇന്നമാ യുസ്തഅമലാനി, തീർച്ചയായും അത് രണ്ടിനെയും ഇസ്തിഅമാൽ ചെയ്യപ്പെടുന്നതാണ്. ഫിൽ കലാമിൽ മുഅ്തദ്ദി ബിഹി, മുഅ്തദ്ദി ബിഹിയായ കലാമിൽ, അതായത് ബലീഗായ കലാമിൽ, കണക്കിലെടുക്കപ്പെടുന്ന കലാമിൽ, ബുലഗാഹ് കണക്കിലെടുക്കുന്ന കലാമിൽ. ബുലഗാഹ് കണക്കിലെടുക്കുന്ന കലാം അത് ബലീഗായ കലാമാണ്. അപ്പോൾ ബലീഗായ കലാമിൽ
ഇന്നമ എന്ന ലഫ്ദിനെയും ആത്തിഫത്തായ ലാ എന്ന ലഫ്ദിനെയും ഇസ്തിമാൽ ചെയ്യപ്പെടും കസ്റിൽ കൽബി, കസ്ർ കൽബിന് മാത്രം ഇസ്തിമാൽ ചെയ്യപ്പെടും ദൂനൽ ഇഫ്രാദി, ഇഫ്രാദിനെ കൂടാതെ. അപ്പോൾ ശാരിഹ് തങ്ങൾ ദലായിലുൽ ഈജാസിൽ ഇന്നമ എന്ന കലിമത്തും ലാ എന്ന കലിമത്തും കസ്ർ കൽബിന് മാത്രമേ പെരുമാറപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞോടത്ത് ഒരു കസ്റുണ്ട്. ആ കസ്ർ എന്താ? അത് കസ്ർ ഇഫ്രാദാണ്. കാരണം ദൂനൽ ഇഫ്രാദി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കസ്ർ കൽബിനും കസ്ർ ഇഫ്രാദിനും ഇന്നമ എന്ന കലിമത്തിനെയും ലാ എന്ന കലിമത്തിനെയും ഉപയോഗിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയവരോടാണ് ഈ ശാരിഹിന്റെ ഇബാറത്ത്. അത് മനസ്സിലാക്കിയത് മുസന്നിഫാണെന്നാണ് ശാരിഹിന്റെ വാദം. അത് പിന്നീട് പറയാം. ഏതായാലും ദലായിലുൽ ഈജാസിൽ ഇന്നമ എന്ന കലിമത്തും ലാ എന്ന കലിമത്തും കസ്ർ കൽബിന് മാത്രമേ പെരുമാറപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശാരിഹി എന്തുപയോഗിച്ചു? ഇന്നമയെ കസ്ർ ഇഫ്രാദിൽ ഉപയോഗിച്ചു. ഇന്നമ എന്ന കലിമത്തും ലാ എന്ന കലിമത്തും കസ്ർ കൽബിന് മാത്രമേ പെരുമാറപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞ ഇബാറത്തിൽ ഇന്നമയെ കസ്ർ ഇഫ്രാദിന് ശാരിഹ് ഇസ്തിമാൽ ചെയ്തു. കാരണം ഇന്നമാ ഇസ്തഅമലാനി ഫിൽ കലാമിൽ മുഅ്തദി ബിഹി ലി കസ്റിൽ കൽബി ദൂനൽ ഇഫ്രാദി എന്ന് പറഞ്ഞത് കസ്ർ ഇഫ്രാദാണ്. ആ പറഞ്ഞതിൽ ഒരു കസ്റുണ്ട്, അത് കസ്ർ ഇഫ്രാദാണ്. അപ്പോൾ കസ്ർ കൽബിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഇന്നമ എന്ന കലിമത്തിനെ എന്ന് പറഞ്ഞ ആ വാക്കിൽ ഒരു കസ്റുണ്ട്, അത് കസ്ർ കൽബല്ല, കസ്ർ ഇഫ്രാദാണ്. അതുകൊണ്ടെന്ന് മനസ്സിലായി ദലായിലുൽ ഇജാസിൽ ഉള്ളത് ശാരിഹ് സമ്മതിക്കുന്നില്ല. ശാരിഹ് ഇവിടെ കസ്ർ ഇഫ്രാദിന് ഉപയോഗിച്ചല്ലോ. ദൂനൽ ഇഫ്രാദി എന്നല്ലേ, ഇഫ്രാദിനെ കൂടാതെ എന്ന് പറഞ്ഞു. അപ്പൊ ഇഫ്രാദിനെ കൂടാതെ ഇഫ്രാദിനും കൽബിനും അല്ല, കൽബിന് മാത്രമാണ്. അതാണല്ലോ കസ്ർ ഇഫ്രാദ്. അപ്പൊ ശാരിഹ് തങ്ങൾ ഈ വാദം അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലായി. പിന്നെ ഇത് ശാരിഹ് എന്തിനു പറഞ്ഞു? ശാരിഹ് പറയാനുള്ള കാരണം മുസന്നിഫ് ഇവിടെ ഇന്നമയെ കസ്ർ ഇഫ്രാദിനും കസ്ർ കൽബിനും ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നമ ലാ എന്ന കലിമത്തിനെയും ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്നമയെയും ഉപയോഗിച്ചിട്ടുണ്ട്. ലാ എന്ന കലിമത്തിന് ഉപയോഗിച്ചത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്ത്? വലിൽ കസ്രി തുറുക്കുൻ മിന്നൽ അത്ഫൂക്ക് കൗലിക്ക ഫീ കസ്രിഹി ഇഫ്രാദൻ സൈദുൻ ഷാഇറുൻ ലാ കാത്തിബുൻ. അവിടെ ഇഫ്രാദിൽ ഉപയോഗിച്ചല്ലോ ലാനെ. അവിടെ ഇഫ്രാദൻ എന്ന് മുസന്നിഫ് തന്നെ പറഞ്ഞതാണ്. മുസന്നിഫ് തന്നെ 190 പേജിൽ പറഞ്ഞതാണ്. മിന്നൽ അത്ഫു കൗലിക്ക ഫീ കസ്രിഹി ഇഫ്രാദൻ. അത് മത്തനാണുള്ളത്. സൈദുൻ ഷാഇറുൻ ലാ കാത്തിബുൻ. ലാ എന്ന കലിമത്തിന് ഇഫ്രാദിൽ ഉപയോഗിച്ചു. കൽബിൽ പിന്നെ തർക്കമില്ലാത്ത കാര്യമാണ്, കൽബിലും ഉപയോഗിച്ചു. അതിൽ തർക്കമില്ല. കാരണം കൽബിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നാണല്ലോ ദലായിലുൽ ഇജാസിലുള്ളത്. അതേ സമയത്ത് മുസന്നിഫ് ഇന്നമ എന്ന സ്ഥലത്തും നഫീസ്തസിനായാലും ഇഫ്രാദ് കൽബ് എന്ന് ശാരിഹാണ് കൂട്ടിക്കൊടുത്തത്. നോമിന്ന ഇന്നമ കൗലിക ഫീ കസ്രിഹി ഇന്നമാ സൈദുൻ കാത്തിബുൻ എന്നേ മുസന്നിഫ് പറഞ്ഞിട്ടുള്ളൂ. ഇന്നമാ സൈദുൻ കായിമുൻ. അപ്പൊ ശാരിഹ് അത് മനസ്സിലാക്കാനുള്ള കാരണം മുസന്നിഫ് കസ്ർ ഈ മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസ്റാക്കുന്നിടത്ത് 3 ഉദാഹരണം, മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസ്റാക്കുന്നിടത്ത് 2 ഉദാഹരണവും സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസ്റാക്കുന്നിടത്ത് ഒരു ഉദാഹരണവും പറഞ്ഞപ്പോൾ
ഷാരിഹ് എന്ത് മനസ്സിലാക്കി? ഒന്നാമത്തെ ഉദാഹരണം കസർ ഇഫ്രാദിനാണെന്നും രണ്ടാമത്തെ ഉദാഹരണം കസർ കൽബിനാണെന്നും മനസ്സിലാക്കി. ഏത്? മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്നിടത്ത്. മാത്രമല്ല ഉദാഹരണത്തിൽ നിന്നത് മനസ്സിലാവുകയും ചെയ്യും. കാരണം ഇഫ്രാദിൽ നിന്ന് കൂട്ടിക്കൊടുത്ത സ്ഥലത്ത് ഇന്നമാ സയ്യിദുൻ കാത്തിബുൻ എന്നാണ് ഉദാഹരണം. അപ്പൊ കാത്തിബ മാത്രമാണ്, ഷായിറല്ല. കിതാബത്തും ഷെയറും തമ്മിൽ തനാഫിയില്ല. ഇഫ്രാദിൽ തനാഫി പാടില്ല. പിന്നെ ഇന്നമാ സയ്യിദുൻ ഖായിമുൻ, അത് ഖായിദാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് ഖിയാമും ഖുഊദും തമ്മിൽ തനാഫി ഉണ്ട്. അപ്പൊ ഷാരി അവിടെ കൂട്ടിക്കൊടുത്തത് പ്രശ്നമില്ല. കാരണം മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്നിടത്ത് രണ്ട് ഉദാഹരണം മുസന്നിഫ് എന്തിനാ പറഞ്ഞത്? അപ്പൊ മുസന്നിഫ് കസർ ഇഫ്രാദിൽ ഇന്നമയെയും ലാ എന്ന കലിമത്തിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ദലായിലുൽ ഇജാസിൽ കസർ കൽബിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഷാരിഹ് കസർ ഇഫ്രാദിൽ ഉപയോഗിക്കുകയും ചെയ്തു. അതേതാണ്? ഇന്നമാ ഇസ്തഅമലാനി ഫിൽ കലാമിൽ മുഅ്തദ് ബിഹി ലികസ്റിൽ ഖൽബി ദൂനൽ ഇഫ്രാദി. പിന്നെ വഅശാറ മുസന്നിഫ് ഇഷാറത്ത് ചെയ്തു ഇലാ സബബി ഇഫാദത്തി ഇന്നമൽ കസ്റ, ഇന്നമ കസറിനെ ഫായിദ വെപ്പിക്കുന്നതിലുള്ള സബബിലേക്ക്. ഇന്നമ കൊണ്ട് എങ്ങനെ കസറുണ്ടായി അതാണ് ഷാരിഹ് മുസന്നിഫ് വിവരിക്കുന്നത്. ബി കൗലിഹി, മുസന്നിഫിന്റെ കൗല് കൊണ്ട് എന്ത് ഇഷാറത്ത് ചെയ്തു? ലി തളമ്മുനിഹി മഅന മാവയില്ല, മാവയില്ല എന്നതിന്റെ, അതായത് നഫി ഇസ്തിസ്നാഹ്, മാവയില്ല എന്നതിന്റെ മഅനയെ ഈ ഇന്നമ ഉൾക്കൊണ്ടതിനു വേണ്ടി, മാവയില്ലയുടെ മഅന ഇന്നമയിൽ ഉൾക്കൊണ്ടതിനു വേണ്ടി ആണ് ഇന്നമ കസറിനെ ഫായിദ വെപ്പിക്കുന്നത്. അപ്പോൾ മാവയില്ലന്റെ മഅന ഏതിലുണ്ട്? ഇന്നമയിൽ ഉണ്ട്. വഅശാറ, മുസന്നിഫ് ഇഷാറത്ത് ചെയ്തു ബി ലഫ്ദി തളമ്മുനി, തളമ്മുന് എന്ന ലഫ്ദ് കൊണ്ട്. എന്നിലേക്ക്? ഇല അന്നഹു ലൈസ ബി മഅന മാവയില്ല, ഇന്നമ മാവയില്ലന്റെ മഅന കല്ല എന്നതിലേക്ക് ഇഷാറത്ത് ചെയ്തു. മാവയില്ലന്റെ മഅന ഉൾക്കൊണ്ടതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാവയില്ലന്റെ മഅന ഇന്നമയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് കസറിനെ ഫായിദിപ്പിച്ചത്? മാവയില്ലന്റെ മഅനക്കല്ല. ഹത്ത അങ്ങനെയാകുമ്പോൾ, എങ്ങനെയാകുമ്പോൾ? മാവയില്ലന്റെ മഅനക്കാകുമ്പോൾ കഅന്നഹുമാ ലഫ്ളാനി മുത്തറാദിഫാനി, ഇന്നമയും മാവയില്ലയും മുത്തറാദിഫാനിയായ രണ്ട് ലഫ്ള് പോലെയാകും. മുത്തറാദിഫാനി അല്ല, മുത്തറാദിഫാനി പോലെയുള്ള രണ്ട് ലഫ്ള് പോലെ ഉള്ള, അതെ, കഅന്നഹുമാ ലഫ്ളാനി മുത്തറാദിഫാനി. ഇന്നമയും ഹത്ത അങ്ങനെ ആകുമ്പോൾ, മാവയില്ലന്റെ മഅനക്കാണ് ഇന്നമ എങ്കിൽ കഅന്നഹുമാ ലഫ്ളാനി മുത്തറാദിഫാനി, അത് രണ്ടും ഇന്നമയും മാവയില്ലയും മുത്തറാദിഫാനിയായ രണ്ട് ലഫ്ള് പോലെയാകും. മുത്തറാദിഫാനിയായ രണ്ട് ലഫ്ള് അല്ല, മുത്തറാദിഫാനിയായ രണ്ട് ലഫ്ള് പോലെയാകും ആ മഅനക്കാണെങ്കിൽ. പക്ഷെ ആ മഅനക്കല്ല, അതുകൊണ്ട് മുത്തറാദിഫാനി ആയ രണ്ട് ലഫ്ള് പോലെ അല്ല. മാവയില്ലന്റെ മഅനക്കാണെങ്കിൽ അതെന്താകും? മുത്തറാദിഫാനി ആയ രണ്ട് ലഫ്ള് പോലെയാകും. പക്ഷെ മാവയില്ലന്റെ മഅനക്കല്ല, അതുകൊണ്ട് മുത്തറാദിഫാനിയായ രണ്ട് ലഫ്ള് പോലെ അല്ല. മുത്തറാദിഫാനി ഏതായാലുമല്ല, അത് രണ്ടും മുത്തറാദിഫാനി ഏതായാലുമല്ല. പക്ഷെ മുത്തറാദിഫാനി പോലെയുള്ള രണ്ട് ലഫ്ള്, മുത്തറാദിഫാനി ആയ രണ്ട് ലഫ്ള് പോലെയാകും മാവയില്ലന്റെ മഅനക്കാവുമ്പോൾ. മാവയില്ലന്റെ മഅനക്കല്ല, അതുകൊണ്ട് മുത്തറാദിഫാനിയായ രണ്ട് ലഫ്ള് പോലെ അല്ല.
അപ്പോൾ എന്ത് മനസ്സിലായി? മുത്തറാദിഫാനി ഏതായാലും അല്ല. മുത്തറാദിഫാനിയായ രണ്ട് ലഫ്ദ് പോലെ അല്ലെങ്കിൽ ഏതായാലും മുത്തറാദിഫാനിയുമല്ല എന്ന് മനസ്സിലായി. കാരണം ഇത് ഫർഖുൻ ബൈന അൻ യകൂന ഫിശ്ശൈഇ മഅന ശൈഇ. ഇത് കാരണം ഫർഖുൻ വ്യത്യാസമുണ്ട്. ബൈന അൻ യകൂന ഫിശ്ശൈഇ മഅന ശൈഇ, ഒരു ഷൈഇൽ ഒരു ഷൈഇന്റെ മഅന ഉണ്ടാകലും, വ അൻ യകൂന ശൈഉ അശ്ശൈഅ, ഒരു ഷൈഇ ഷൈആകലും തമ്മിൽ എന്നുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്നമ മാവയില്ലന്റെ മഅനാക്കാവലും മാവയില്ലന്റെ മഅന ഇന്നമയിൽ ഉണ്ടാകലും തമ്മിൽ വ്യത്യാസമുണ്ട്. മാവയില്ലന്റെ മഅനാക്കാകുമ്പോഴാണ് മുത്തറാദിഫാനിയായ രണ്ട് ലഫ്ദ് പോലെയാവല്. പക്ഷേ മാവയില്ലന്റെ മഅനാക്കല്ല. പിന്നെ മാവയില്ലന്റെ മഅന അതിൽ ഉൾക്കൊണ്ടതാണ്. അതുകൊണ്ട് മുത്തറാദിഫാനിയായ രണ്ട് ലഫ്ദ് പോലെയല്ല. അപ്പോൾ മുത്തറാദിഫാനി ഏതായാലും അല്ല. അലൽ ഇത്ലാഖി, നിരുപാധികം ഒരു ഷൈ ആകലും ഒരു ഷൈഇന്റെ മഅന ഒരു ഷൈഇൽ ഉണ്ടാകലും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഫലൈസ കുല്ലു അലൽ ഇത്ലാഖ്, നിരുപാധികം, ഒരു ഖൈദും കൂടാതെ, ഒരു ഖൈദും കൂടാതെ ഒരു ഷൈ ആകലും ഒരു ഷൈഇന്റെ മഅന ഒരു ഷൈഇൽ ഉണ്ടാകലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫലൈസ കുല്ലു കലാമിൻ, അപ്പോൾ എല്ലാ കലാമുമല്ല. യസിഹു ഫീഹി മാവയില്ല, ആ കലാമിൽ മാവയില്ല പറ്റും. അങ്ങനത്തെ എല്ലാ കലാമുമല്ല യസിഹു ഫീഹി, അതിൽ സഹിയാവുകയില്ല. ഇന്നമ സഹിയാവുകയില്ല. അങ്ങനെ സഹിയാകണമെങ്കിൽ മാവയില്ലന്റെ മഅനാക്ക് ഇന്നമ വരണം. പക്ഷെ മാവയില്ലന്റെ മഅനാക്കല്ല ഇന്നമയുള്ളത്. ഇന്നമയിൽ മാവയില്ല ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് മാവയില്ല പറ്റുന്ന എല്ലാ കലാമും ഇന്നമ പറ്റുകയില്ല. അതാണ് ഫലൈസ കുല്ലു കലാമിൻ, എല്ലാ കലാമുമല്ല. എങ്ങനത്തെ കലാമ്? യസിഹു ഫീഹി, ആ കലാമിൽ സഹിയാകും. മാവയില്ല സഹിയാകും. മാവയില്ല പറ്റുന്നതാണ്. അങ്ങനത്തെ എല്ലാ കലാമുമല്ല യസിഹു ഫീഹി, അതിൽ സഹിയാവുകയില്ല. ഇന്നമ സഹിയാവുകയില്ല. സറഹ ബിദാലിക, ഈ കാര്യം കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത്? മാവയില്ല സഹിയാകുന്ന എല്ലാ കലാമും ഇന്നമ സഹിയാവുകയില്ല എന്ന് പറഞ്ഞത് ആ കാര്യം കൊണ്ട് സരീഹാക്കി പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ ഫീ ദലായിലിൽ ഇജാസിൽ. കേട്ടോ? പിന്നെ വലമ്മഖ്തലഫു, അവര് അഭിപ്രായ വ്യത്യാസത്തിലായപ്പോൾ, ഫി ഇഫാദത്തിഹി അൽ ഖസ്റ, ഇന്നമ ഖസ്റിനെ ഫായിദ വെപ്പിക്കുന്നതിൽ അവർ ഇഖ്തിലാഫിലായപ്പോൾ, ഒഫി തളമ്മുനിഹി മഅന മാവയില്ല, മാവയില്ലയുടെ മഅന ഇന്നമ ഉൾക്കൊള്ളിച്ചതിലും എന്ത് അവർ ഇഖ്തിലാഫിലായപ്പോൾ, മാവയില്ലന്റെ മഅന ഇന്നമ ഉൾക്കൊള്ളിച്ചതിലും അവർ ഇഖ്തിലാഫിലായപ്പോൾ, ബയ്യനഹു, മുസന്നിഫ് ആ ഇഖ്തിലാഫിനെ വ്യക്തമാക്കി, ബി സലാസത്തി ഔജുഹിൻ, 3 കാര്യങ്ങളെ കൊണ്ട് വ്യക്തമാക്കി. 3 കാര്യങ്ങളെ കൊണ്ട്. അപ്പോൾ ബയ്യനഹു എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട കാര്യത്തിന്, ഏതിനെ? ബയ്യനഹു എന്ന് പറഞ്ഞാൽ ഇഖ്തിലാഫിനെ എന്ന് വെക്കണ്ട. ബയ്യനഹു എന്ന് പറഞ്ഞാൽ ഈ ഇന്നമ ഖസ്റിനെ ഫായിദ വെപ്പിക്കും എന്ന കാര്യത്തിന്, ഈ മദ്കൂറായ കാര്യത്തിനെ വെളിവാക്കി. ബയ്യനഹു അങ്ങനെ വെച്ചാൽ മതി.
ഇന്നമ കസറിനെ ഇഫാദത്ത് ചെയ്യും എന്ന കാര്യത്തിന്. അപ്പൊ ബയ്യനഹൂന്റെ ലമീർ ഫി ഇഫാദത്തിഹിൽ കസറ, കസറിനെ ഫായിദ വെപ്പിക്കും എന്ന കാര്യത്തിന് ഇഫാദത്തിലേക്ക് അതിൽ നിന്ന് അറിയപ്പെട്ടതിലേക്ക് വെച്ചാൽ മതി. ഈ മദ്കൂറായ കാര്യത്തിന്, മദ്കൂറായ കാര്യം എന്താണ്? ഇന്നമ കസറിനെ ഫായിദ വെപ്പിക്കൽ എന്നതാണ്. അപ്പോൾ ഇന്നമ കസറിനെ ഫായിദ വെപ്പിക്കും എന്ന കാര്യത്തിനെ വ്യക്തമാക്കി ബിസലാസത്തി ഔജുഹിൻ, 3 വജ്ഹുകളെ കൊണ്ട് വ്യക്തമാക്കി. ഫഖാല, എന്നിട്ട് മുസന്നിഫ് പറഞ്ഞു, എന്ത്? ലിഖൗലിൽ മുഫസ്സിരീന, മുഫസ്സിരീങ്ങളുടെ കൗലിന് വേണ്ടി. എന്ത്? ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്ത, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്ത എന്ന കൗലാകുന്നത് ബിൻ നസിബി, നസ്ബ് കൊണ്ടുള്ള അൽ മൈത്തത്ത എന്ന ഈ കൗല്. അപ്പോൾ ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്ത എന്ന ആയത്താകുന്നത് ബിൻ നസ്ബി, നസ്ബ് കൊണ്ടുള്ള ഓത്ത് പ്രകാരമുള്ള ഈ ആയത്താകുന്നത് അൽ മൈത്തത്ത എന്ന മൈത്തത്തിന് നസ്ബ് കൊണ്ടുള്ള ഓത്ത്, ആ നസ്ബ് കൊണ്ടുള്ള ഓത്ത് പ്രകാരമുള്ള ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്ത എന്ന കൗലാകുന്നത് മഅനാഹു, അതിന്റെ മഅന മാ ഹറമ അലൈക്കും, നിങ്ങളെ മേൽ ഹറാമാക്കിയിട്ടില്ല, ഇല്ലൽ മൈത്തത്ത, മൈത്തത്തിന് അല്ലാതെ ഹറാമാക്കിയിട്ടില്ല, മൈത്തത്തിന് മാത്രമാണ് എന്ന് മുഫസ്സിരീങ്ങളുടെ കൗലിന് വേണ്ടി. അപ്പോൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്ത ബിൻ നസിബി, നസ്ബ് കൊണ്ടുള്ള ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്ത എന്ന ആയത്ത് അതിന്റെ മഅനയാകുന്നത് മാ ഹറമ അലൈക്കും ഇല്ലൽ മൈത്തത്ത എന്നതാണ് എന്ന കൗലിന് വേണ്ടി. അപ്പോൾ ഈ കൗലിൽ മുഫസ്സിരിയ കൗലിന്റെ മക്കൂൽ ഏതാണ്? മഅനാഹു മാ ഹറമ അലൈക്കും ഇല്ലൽ മൈത്തത്ത. അപ്പൊ അർത്ഥം മുഫസ്സിരീങ്ങളുടെ കൗലിന് വേണ്ടി ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്ത എന്ന ആയത്താകുന്നത് ബിൻ നസ്ബി, നസ്ബ് കൊണ്ടുള്ള ഓത്ത് പ്രകാരമുള്ള ഈ ആയത്ത് മഅനാഹു, അതിന്റെ മഅന മാ ഹറമ അലൈക്കും ഇല്ലൽ മൈത്തത്ത എന്നാണ് എന്ന കൗലിന് വേണ്ടി. അതിന്റെ മഅന മാ ഹറമ അലൈക്കും ഇല്ലൽ മൈത്തത്ത എന്ന കൗലിന് വേണ്ടി. അപ്പോൾ അതിന്റെ മഅനയാകുന്നത് മാ ഹറമ അലൈക്കും ഇല്ലൽ മൈത്തത്ത എന്നതാണ് എന്ന മുഫസ്സിരീങ്ങളുടെ കൗലിന് വേണ്ടി. അപ്പോൾ കൗലിന്റെ മക്കൂല് മഅനാഹു മാ ഹറമ അലൈക്കും ഇല്ലൽ മൈത്തത്താന. എങ്ങനെ ഈ മഅന ഇങ്ങനെ വന്നു, ഈ കസർ ഇവിടെ വന്നു? അത് വഹാദൽ മഅന, ഈ മഅന മാ ഹറമ അലൈക്കും ഇല്ലൽ മൈത്തത്ത എന്ന മഅന അൽ മുത്താബിഖു ലി ഖിറാഅത്തി റഫഇ, റഫഇന്റെ ഖിറാഅത്തിനോട് യോജിച്ചതാണ്. അങ്ങനെയും ഒരു ഖിറാഅത്തുണ്ട്, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്തു ഐ റഫഇൽ മൈത്തത്തി, മൈത്തത്തിനുള്ള റഫഇന്റെ ഖിറാഅത്തിന് വേണ്ടി, മൈത്തത്തിന്റെ റഫഇന്റെ ഖിറാഅത്തിന് വേണ്ടി. റഫഇന്റെ ഖിറാഅത്തിനോട് ചോദിച്ച് എന്തിന്റെ റഫ്? മൈത്തത്തിന് എന്ന ലഫ്ദിനുക്കുള്ള റഫഇന്റെ ഖിറാഅത്തിന് വേണ്ടി. അപ്പൊ ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്തു എന്ന ഖിറാഅത്തിനോട് യോജിച്ച മഅനയാണ് നസ്ബ് കൊണ്ടുള്ള ഖിറാഅത്ത്. അപ്പൊ 2 ഖിറാഅത്തുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. ഇത് ഹറമ മഅറൂഫായ ഫീലാകളോടുകൂടെ അൽ മൈത്തത്തിന് നസ്ബ് കൊണ്ടും റഫു കൊണ്ടും ഉള്ള ഖിറാഅത്തുണ്ട്. അതായത് ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്തു എന്ന ഖിറാഅത്തിനോട് മുത്താബിക്കാണ് ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്ത നസ്ബ് കൊണ്ടുള്ള ഖിറാഅത്ത്. മഅന ഇങ്ങനെ വെക്കുമ്പോൾ
വ തക്രീറു ഹാദൽ കലാമി